പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഏലിയാസിന്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് സൂരജ് പുതിയ തന്ത്രവുമായി മുന്നിലേക്ക് കടന്നു വരികയാണ്. ഏലിയാസിന്റെ വീട്ടിൽ പോയാൽ അവൾക്ക് സുഖമായി താമസിക്കാനും കാര്യങ്ങൾ ചെയ്യാനും പറ്റും. അതേസമയം താനാണെങ്കിലോ വളരെയധികം കഷ്ടപ്പെടേണ്ടതായി വരികയും ചെയ്യും. അതുകൊണ്ട് അവളെ ആ പോക്കിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അതിനു വേണ്ടി എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന് ആലോചിക്കുന്ന സൂരജ് ഒടുവിൽ പുതിയൊരു തന്ത്രം മനസ്സിലാക്കിയിരിക്കുകയാണ്. തലകറങ്ങി വീഴുക. അങ്ങനെ ചെയ്താൽ എന്നെ സഹായിക്കുന്നതിനായി അവൾക്ക് ഇവിടെ നിൽക്കേണ്ടതായി വരും. അത് ഉറപ്പു തന്നെയാണ്. ഇതോടെ അവിടെ തലകറങ്ങി വീണ് അഭിനയം തുടരുകയാണ് സൂരജ്. സൂരജിന്റെ ഈ അവസ്ഥ കണ്ട് ഏലിയാസും അതുപോലെ തന്നെ മീനുവും ഓടി വരികയാണ്. മാത്രവുമല്ല ഇതേ തുടർന്ന് ബെഡിലേക്ക് എടുത്ത് കിടത്തുകയും ചെയ്യുന്നു. ഏലിയാസ് മീനുവിനോട് സാറിന്റെ ഈ അവസ്ഥയിൽ എങ്ങനെയാണ് സാറിനെ തനിച്ചാക്കി പോവുക? മാഡം, അത് ബുദ്ധിമുട്ടാവുകയില്ലേ? ഒരുപക്ഷെ സാറിന് എന്തെങ്കിലും സംഭവിച്ചാലോ? നമുക്കത് ആലോചിക്കാൻ കൂടി പറ്റാത്ത കാര്യമല്ലേ? നമുക്ക് അതുകൊണ്ട് ഇങ്ങനെ ഉപേക്ഷിച്ചു പോകാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം സത്യമാണ്. മാഡം എന്തെങ്കിലും ഈ കാര്യത്തിൽ ചെയ്തേ മതിയാകൂ. ഇത് കേൾക്കുന്ന മീനൊന്ന് ഞെട്ടിപ്പോവുകയാണ്. ഞാനെന്തു ചെയ്യാനാ ഈ കാര്യത്തിൽ? അയാൾ ഇങ്ങനെ തലകറങ്ങി വീണതിൽ എനിക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. വെറുതെ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടിട്ട് കാര്യമുണ്ടോ? അല്ല മാഡം, മാഡത്തിന് അറിയാവുന്ന ആളല്ലേ. എന്തായാലും മാഡം കുറച്ച് സമയം ഇവിടെ നിൽക്ക്. ഞാൻ വീട്ടിലേക്ക് പോയി ബാക്കി കാര്യങ്ങളെല്ലാം ശരിയാക്കി ഇങ്ങോട്ട് വരാം. എന്തു പറയുന്നു? ഓ, ഇതൊരു ട്രാപ്പ് തന്നെ ആയല്ലോ എന്ന് മീനു മനസ്സിൽ കരുതിയിരിക്കുകയാണ്. ഇതിനെല്ലാം കാരണം ഇയാളുടെ കുശാഗ്രബുദ്ധി തന്നെയാണ്. ഇയാൾക്കൊരു തിരിച്ചടി കൊടുത്തേ മതിയാകൂ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് സൂരജ് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു എന്ന് അറിയുന്നതിനായി കണ്ണു തുറന്നു നോക്കുന്നത്. ഇതോടെ മീനു ഒന്ന് ഇത് കണ്ട് ഞെട്ടിപ്പോവുകയാണ്. അമ്പടാ, അപ്പോൾ ഒരു അസുഖവുമില്ലാതെ അഭിനയിക്കുകയായിരുന്നല്ലേ എന്നുള്ള കാര്യം മീനുവിനും മനസ്സിലാകുന്നു. പക്ഷേ സൂരജ് തൻ്റെ അഭിനയത്തിൽ മുന്നിലേക്ക് പോവുക തന്നെ വേണം എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ ചെയ്താൽ മാത്രമാണ് കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അവളെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതോടെ അവിടെ നിന്ന് ഏലിയാസ് പുറത്തുപോയി എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ആ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നതിനായി സൂരജ് തയ്യാറാകുന്നു. സൂരജിന്റെ ഈ ചതി മനസ്സിലാക്കിയതിനെ തുടർന്ന്, എടാ ചതിയാ, നീ ഇങ്ങനെയൊക്കെ അഭിനയിച്ചതാണല്ലേ? അതെ, ഞാൻ അഭിനയിച്ചത് തന്നെയാ. നീ അങ്ങനെ ഒറ്റയ്ക്ക് പോയി സുഖിക്കണ്ട. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പണി ഞാൻ നിനക്ക് തന്നത്. എന്തേ, വല്ല പ്രശ്നമുണ്ടോ? സൂരജ് ഇങ്ങനെ ചോദിച്ചതിനെ തുടർന്ന് സൂരജിന് ഒരു തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇപ്പോൾ മീനു. ഏയ്, ഒരു പ്രശ്നവുമില്ല, നിന്നെ ഞാൻ ശരിയാക്കി തരാം. ഇതോടെ എന്നെ അങ്ങനെ ഒറ്റയ്ക്കാക്കി നീ അങ്ങ് പോയി സുഖിക്കാമെന്ന് കരുതിയല്ലേ? ഈ സൂരജിന്റെ അടുത്തൊന്നും നിന്റെ ഈ വിളയാട്ടം നടക്കില്ലടി. ഇതോടെ സൂരജിനൊരു തിരിച്ചടി കൊടുക്കണം. അതിന് ഒരവസരം തനിക്കും വരും എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അവൾ. പക്ഷേ ഇതിനിടയിലാണ് ചിന്താമണിയും കൂട്ടരും എന്തായിരിക്കും ഇപ്പോൾ മീനുവിനും അതുപോലെ തന്നെ സാറിനും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന ചോദ്യത്തിനു മുന്നിൽ പകച്ചു പോയിരിക്കുകയാണ്. ഇരുവരും ഒന്നിച്ച് സമയം ചിലവഴിക്കുമ്പോൾ നെഞ്ചിടിപ്പ് കൂടുന്നത് നമുക്കാണ് എന്ന് ആവർത്തിക്കുന്ന അവർ അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിക്കുകയാണ്. കാര്യങ്ങൾ വിട്ടുകളയാൻ പാടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ബുദ്ധിപൂർവം നമ്മൾ എന്തെങ്കിലും ചെയ്യണം, ഇല്ലെങ്കിൽ തിരിച്ചടിയാകും. അത് ഉറപ്പ് തന്നെയാണ്. എത്രയും പെട്ടെന്ന്
അവർ വരണം എന്നുള്ള കാര്യം ചിന്താമണി പറയുകയും ചെയ്യുന്നു. ഇതിനിടയിൽ അവിടേക്ക് കടന്നു വരുന്ന മുത്തശ്ശി, നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, അവർ എല്ലാ വർക്കും കഴിഞ്ഞ് തിരിച്ചെത്തും, ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. ഈ തള്ളക്ക് എന്തറിയാം എന്ന് ചിന്താമണി മനസ്സിൽ പറയുകയാണ്. എന്നാൽ ഇതേ സമയം സൂരജിന് പുതിയൊരു തിരിച്ചടി കൊടുക്കുന്നതിനുള്ള പ്ലാനുമായി എത്തുകയാണ് ഇപ്പോൾ മീനു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.